ഞാൻ ചന്തയിൽ പോയപ്പോൾ ഞാൻ പുളി വാങ്ങിച്ചു കേട്ടോ. മീൻ പുളി ഇല്ലായിരുന്നു. അപ്പോൾ ചില സ്ഥലത്തൊക്കെ മീന് വേണ്ടിയിട്ട് എന്താ ഈ പിഴിഞ്ഞൊഴിക്കുന്ന പുളിയാണ് ചേർക്കുന്നത് അല്ലേ? എനിക്കൊന്ന് കൊല്ലം തിരുവനന്തപുരം ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ മീന് കുടംപുളിയുണ്ട്. കുടംപുളിയാണോ കറക്റ്റ്? കുടംപുളിയാണോ എന്ന് എനിക്കറിയത്തില്ല. കുടംപുളിയോ എന്താ കുടംപുളി എന്നാണ് തോന്നുന്നു പറയുന്നത്. കുടംപുളിയുണ്ട്. അത് നമ്മുടെ ഇവിടെയൊക്കെ പത്തനംതിട്ട കൂടുതലും മീൻകറി വയ്ക്കുന്നത് കുടംപുളി ഇട്ടിട്ടാണ്. അപ്പോൾ ആ പുളി ഇട്ടെങ്കിൽ നമുക്ക് ആ മീൻകറിക്ക് ഒരു പച്ചമണമൊക്കെ മാറി പുളിയും ടേസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ഞാൻ ചന്തയിൽ പോയപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വാങ്ങിക്കുക കേട്ടോ. ചിലയിടത്തൊക്കെ ഉണ്ട്, ചിലവരൊക്കെ പുളി ഉണങ്ങാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ വാങ്ങിക്കുക. ഭയങ്കര വിലയാണ്. ഇത്തിരി പുളിക്ക് 1 കിലോയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് 50 രൂപയ്ക്ക് വാങ്ങി കേട്ടോ. എനിക്ക് തീർന്നായിരുന്നു വാങ്ങിയത്. ഞാൻ ഇന്നാള് ഒരു 1/2 കിലോ വാങ്ങിയായിരുന്നു, അത് തീർന്നു. അപ്പോൾ അത് കുറേ ആയി വാങ്ങിയിട്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വെച്ചിരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 50 രൂപയ്ക്ക് വാങ്ങി. ഇത് തന്നെ കാണും ഇഷ്ടം പോലെ. ഒരെണ്ണം ഇട്ടാൽ മതി. വെള്ളത്തിൽ കുതിർത്ത് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടേക്കണം. അതൊരു മീൻ കറി വയ്ക്കാൻ സമയമാകുമ്പോഴത്തേനും നമ്മളതൊന്ന് ഇതാക്കി, അതായത് ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ ഒരെണ്ണം മതി. ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. നല്ല പുളിയാണ്. ഇപ്പം ഞാനിത് 50 രൂപയുടെ പുളിയാണ് കേട്ടോ. സാധനം കുറച്ചേ ഉള്ളുണ്ടോ, ഇച്ചിരി ഉള്ളൂ. പക്ഷെ 50 രൂപയാണ് വില. നിങ്ങളുടെ ഇടയ്ക്ക് ഇതിനെങ്ങനെ വിലയെന്ന് പറയണേ? ഭയങ്കര വിലയാണ് ഇതിന്. കണ്ട, പലയിടത്തും പിഴുപുളിയാണ് ചേർക്കുന്നത്. പക്ഷെ നമുക്ക് ഈ പുളി വെച്ചിട്ട് മീൻകറി വെച്ചാലേ നമുക്ക് കൊള്ളത്തുള്ളൂ. ഈ പുളിയിട്ട് മാത്രം കറി വെക്കും. ഞാൻ ഇന്നലെ പുളിങ്കറി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് മാത്രം കുടംപുളി കറി വെച്ചിട്ടുണ്ട്. നമ്മളോടൊക്കെ ഈ പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടികളില്ലേ, അവർക്ക് ഇതിട്ട് കറി വെച്ച് കൊടുക്കും. കാരണം വയറ് വൃത്തിയാവാൻ, അതേപോലെ തന്നെ വയറുവേദന മാറാൻ, അങ്ങനെയൊക്കെ ഇത് വെച്ചിട്ട് പുളിങ്കറി വെച്ച് കൊടുക്കും. അത് നല്ല ടേസ്റ്റാണ് ആ കറി കൂട്ടി ചോറ് കഴിക്കാൻ. ഞാൻ ഇന്നലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വേവിക്കും അങ്ങനത്തെ കറി. കണ്ട, ഇത് നല്ല മയമുള്ള പുളിയാണ് കേട്ടോ. കല്ല് പോലെ ഇരിക്കുന്നതല്ല, കുറച്ചൊരു മയമൊക്കെ ഉള്ള. അതുകൊണ്ട് കണ്ട മയമുള്ള പുളി, നല്ല പുളിയാണ്. അപ്പം നിങ്ങളവിടെ ഈ പുളിയുടെ വില എന്തുവാണെന്ന് പറയണേ. നിങ്ങൾ ഈ പുളി വെച്ചിട്ടാണോ കറി വയ്ക്കുന്നതെന്നും പറയണം. പിഴുപുളി വെച്ച് കറി വയ്ക്കുന്ന ആൾക്കാർ ഈ പുളി വെച്ചൊന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. ഇന്ന് വൈകിട്ട് കറി വയ്ക്കുക, അല്ലെങ്കിൽ ഇന്ന് കറി വയ്ക്കുക, എന്നിട്ട് നാളെ ആ കറി ഉപയോഗിക്കുക. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? എൻ്റെ പൊന്ന് മച്ചാനെ, സ്വർഗം. വേറെ ഒരു കറിയും പിന്നെ വേണ്ട. ഒറ്റ മീൻകറി മതി നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ. അത് മുളക് പുളി വെക്കണം. അതിനാണ് ഭയങ്കര ടേസ്റ്റ് ഈ പുളി വെച്ചിട്ട്.